നമസ്കാരം. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗാനരചയിതാവും നിർമ്മാതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. ഇരുവരുടെയും ആദ്യ ഇര താനാണ് എന്നും ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും ആദ്യം ഒതുക്കിയത് തന്നെയായിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. പവർ ഗ്രൂപ്പിന്റെ തുടക്കം അതായിരുന്നു. കാരണം തമ്പി സാർ ആളാകുമെന്ന് പറയും, നമ്മളെ വളരാൻ അങ്ങേരെ സമ്മതിക്കില്ല എന്ന് പറയും. അങ്ങനെ അവർ എനിക്ക് കാസ്റ്റിംഗ് തരാതായി. മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം. അതിൽ നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി. എന്നിട്ട് അറിയപ്പെടാത്ത മമ്മൂട്ടിയെ നായകനുമാക്കി. അത്രയും വിനീതനായ ഒരു മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഇങ്ങോട്ട് കാണാൻ സാധിച്ചിട്ടേയില്ല. ഞാൻ നിർമ്മാതാവായിരുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ആരഭിനയിക്കണം എന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 90കൾക്ക് ശേഷം സൂപ്പർ താരം, മെഗാ താരം എന്നൊക്കെ പേര് സ്വീകരിച്ചു നിന്ന സമയത്ത് കഥയൊക്കെ മാറി. ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ടത് ആരാണ് എന്ന് അവർ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് താരം മേധാവിത്വം വന്നത്. അവരെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് തന്നെ വിളിക്കാം. മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന എഴുത്തുകാരൻ, ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, അങ്ങനെ അവർ സൃഷ്ടിച്ചു തുടങ്ങി. ഒരാൾ കഥ പോയി പറഞ്ഞാൽ ഈ കഥ ആര് സംവിധാനം ചെയ്യണമെന്ന് അവർ തന്നെ തീരുമാനിക്കും. ഇന്നിപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നു. ബുദ്ധിയുള്ള മമ്മൂട്ടി, നിയമം അറിയാവുന്ന മമ്മൂട്ടി, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത്. പല നിർമ്മാതാക്കളെയും ഇവർ അന്ന് പുറത്താക്കിയിരുന്നു. സംവിധായകർ ക്രിയേറ്റേഴ്സ് മാത്രമാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം പെർഫോമേഴ്സിന് ഇല്ല. അവരുടെ കൂടെ ആള് കൂടുമായിരിക്കും, പക്ഷെ പെർഫോമേഴ്സിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമായിരുന്നു ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ. സുരേഷ് ഗോപി പിന്നീട് പിന്തള്ളപ്പെട്ടു. ഈ താരങ്ങളെക്കുറിച്ച് ഏതെങ്കിലും നടിമാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഗണേഷ് കുമാറിനെതിരെ നിരവധി ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഗണേഷിനെതിരെ ഏതെങ്കിലും ഒരു നടി ആരോപണവുമായി വന്നിട്ടുണ്ടോ? പീഡനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. മുകേഷ് ചെയ്താലും അത് തെറ്റ് തന്നെ. ഈ സമീപനം 100% തെറ്റാണ്. അവരെ രക്ഷിക്കാനൊന്നുമല്ല വാർത്താ സമ്മേളനം വിളിച്ചത്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉന്നയിക്കുന്ന പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാനായി ശ്രമിക്കരുത്. WCCയെ ഞാൻ പിന്തുണയ്ക്കുന്നു. കമ്മീഷനെ രൂപീകരിച്ചതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ 4 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് തെറ്റ് തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു.